കിലോമീറ്ററോളം വട്ടക്കായലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൈനഗരിയിലെ ഹൗസ് ബോട്ട് ടെർമിനൽ സിനിമയിലും പരസ്യചിത്രങ്ങളിലും മാത്രമല്ല, വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ഇടം. பக்கா பிளேஸ், நேச்சர் ஆஃப் லவ் இயர்சி. இங்கே பார்க்கலாம் நாம் இயற்கையோட இந்த சூப்பரான பிளேஸு. வேறு ஸ்டேட்டில் இந்த மாதிரி இருக்கிற மாதிரி எனக்கு தெரியல. இங்கே வந்தது ரொம்ப சந்தோஷமாக இருக்குது, ஹாப்பியாக இருக்குது. 9 വർഷം മുൻപ് 12 കോടി രൂപ മുടക്കിയാണ് ടെർമിനൽ നിർമ്മിച്ചത്. ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അഥവാ ഉദ്ഘാടനം ചെയ്താൽ തന്നെ പുരവഞ്ചികൾക്ക് ഇവിടെ നങ്കൂരമിടാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് എത്ര മനോഹരമായ സ്ഥലമാണ്. ഇത് നാളത്തെ തലമുറയ്ക്ക് നമുക്ക് ഈ മനോഹരമായ ഈ സ്ഥലം നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതെ ഗവൺമെൻറ് ഇതിന് ഊർജിതമായിട്ട് നല്ലൊരു പദ്ധതി ഇവിടെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കണക്ക് തന്നെ 12.5 കോടി രൂപയാണ് ടൂറിസം പദ്ധതിയിൽ നിന്ന് ഇതിനെ അനുവദിച്ചുകൊണ്ട് ഇവിടെ ബോട്ട് പാർക്ക് ചെയ്യായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ബോട്ട് പാർക്ക് ചെയ്യുക എന്നുള്ള ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനി ഇതിനെ കൊണ്ടുപോകാനായിട്ട് ഇനി വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ചിത്രീകരണത്തിനായി DTPC പണം ഈടാക്കുന്നുണ്ട്. പക്ഷേ ടെർമിനലും അനുബന്ധ നിർമ്മിതികളും പരിപാലിക്കാനോ ഒരു നടവഴി പണിയാനോ ഇക്കണ്ട കാലം കൊണ്ട് അധികൃതർക്ക് ആയിട്ടില്ല. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് എങ്ങനെയാണ് പൊതുപണം കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കൈനഗരിയിലെ ഈ ഹൗസ് ബോട്ട് ടെർമിനൽ. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.